അപ്പോൾ ഹായ്, ഇന്നത്തെ വീഡിയോന് ഞാൻ പറയാൻ പോകുന്നത് ഫയൽ അപ്ലോഡ് ആക്ടിവിറ്റീസിൻ്റെ അഞ്ചാമത്തെ ലാബാണ്. അത് അഞ്ചാമത്തെ ലാബ് ഏതാണ്? വെബ് ഷെൽ അപ്ലോഡ് വിയ ഒബ്ഫുസ്കേറ്റഡ് ഫയൽ എക്സ്റ്റൻഷൻ. എനിക്ക് തോന്നുന്നു ഒബ്ഫുസ്കേറ്റഡ് തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എങ്ങനെയായാലും ഇതാണ് ലാബ്. This lab contains vulnerable image upload function. Certain file extensions are blacklisted, but this defense can be bypassed using a class obfuscation technique. അപ്പോൾ നമുക്ക് ഒബ്ഫുസ്കേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റീസിൻ്റെ ഫയൽ അപ്ലോഡ് എന്ന വൾനറബിലിറ്റീസ് എന്താണ് ഈ ലാബ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില എക്സ്റ്റൻഷൻസിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് .php എന്നുള്ളതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ലാബ് സോൾവ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? എല്ലാ ലാബിലും ഉള്ള മാതിരി തന്നെ ഹോമിൽ കാർലോസ് എന്ന ഫോൾഡിൽ സീക്രട്ട് എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഓൾറെഡി ഒരു ക്രെഡൻഷ്യൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ലാബ് ഒന്ന് ആക്സസ് ചെയ്യാം. പിന്നെ ഞാൻ പറയാൻ വന്നാൽ പോർട്സുഗർ ലാബിന് എന്തായാലും എന്താണ് ഇച്ചിരി ലാഗ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലാഗൊക്കെ സഹിക്കാന്നൊക്കെ പറയാം. അപ്പോൾ ലാബ് ആക്സസ് ചെയ്യാം. വീനർ പീറ്റർ എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫയൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ചൂസ് ഫയൽ .php. ഓക്കെ, അപ്ലോഡ് ആവുന്നുണ്ട് നോക്കുക. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? JPG ആൻഡ് PNG ഫയൽ അലോഡ്. ഓക്കെ, അപ്പോൾ JPG PNG മാത്രമുള്ള അലോ ആവണമെന്ന് പറയണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇൻ്റർസെപ്റ്റർ ഓൺ ആക്കുക, ചൂസ് ഫയൽ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഫയൽ സെലക്ട് ചെയ്യുക, അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇൻ്റർസെപ്റ്റർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാബ് സോൾവ് ചെയ്യാൻ വരെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്ത് ചെയ്യുക? .phpൻ്റെ ശേഷം നമുക്ക് ഫയലിൻ്റെ പേര് എന്താണോ അതിന് ശേഷം %00 എന്നുള്ള ഒരു ഇത് കൊടുക്കുക. ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബൈപ്പാസ് ചെയ്യാൻ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? %00.png JPG എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ PNG ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കും. ഇനി PNG ഉണ്ടെന്നുണ്ടെന്ന് അപ്പോൾ ഈ %00 ഉപയോഗിക്കുമ്പോൾ എന്തുണ്ട്? അതിന് ശേഷമുള്ള ഒന്ന് വാലിഡേറ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ എന്ത് നമുക്ക് അപ്പോൾ ഈ PNG എന്നുള്ള ആക്സസ് ആവും ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം? exploit.phpന് ശേഷം %00 എന്നുള്ള ജസ്റ്റ് ആഡ് ചെയ്തിട്ട് .jpg .png നമുക്ക് ഇഷ്ടമുള്ള ഏതും കൊടുക്കാം. അപ്പോൾ നമ്മളിത് സക്സസ്ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ടാവും? ബൈപ്പാസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് .png എടുത്തു, എന്നിട്ട് ഡു ഇൻ്റർസെപ്റ്റ് കൊടുക്കുക, റെസ്പോണ്ട് ടു ജസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുക, ഫോർവേഡ് കൊടുക്കുക. ഫോർവേഡ് കൊടുത്ത് കഴിഞ്ഞാൽ എന്തായി? റെസ്പോൺസിൽ ഫയൽ അപ്ലോഡ് ആയിട്ടൊന്ന് നോക്കുക. കണ്ടോ? ഫയൽ .php ഹാസ് ബീൻ അപ്ലോഡ്. അപ്പോൾ ഫയൽ എന്തായിട്ടുണ്ട്? സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എന്താ? നമുക്ക് ആക്സസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. വേണ്ടോ? അതായത് ആ .phpക്ക് ശേഷമുള്ളതൊക്കെ എന്ത് ചെയ്തു? എന്താണ് അത് വെബ് പബ്ലിഷ് സെർവർ എന്ത് ചെയ്തു? എന്താണ് അത് റിമൂവ് ചെയ്തു. അതായത് ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ PNG ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ PNG ഉണ്ടെങ്കിലും സക്സസ്ഫുള്ളി അപ്ലോഡ് ആയപ്പോൾ എന്തായി? അതിന് ശേഷമുള്ളത് റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത് ആക്സസ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ? ആ ഫയൽ അതിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ %00 എന്നുള്ളത് റിമൂവ് ചെയ്ത് കാണാൻ ജസ്റ്റ് PHP കൊടുക്കുമ്പോൾ നമുക്ക് എന്താവും? ആ ഫയൽ സക്സസ്ഫുള്ളി ആക്സസ് ചെയ്തു. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ PNG ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ആ PNG എന്നുള്ളത് %00 എന്ന് കൊടുക്കുമ്പോൾ എന്താവും? അതിന് ശേഷമുള്ളതൊന്നും വാലിഡേറ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരുന്നു URL ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് കൊടുത്തു? %00.png കൊടുക്കുമ്പോൾ എന്താവും? ഈ PHPക്ക് ശേഷമുള്ളതൊന്നും എന്ത് ഉണ്ടാവില്ല? വാലിഡേറ്റ് ചെയ്യില്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും. അപ്പോൾ സക്സസ്ഫുള്ളി എന്തായി? ഫയൽ .php എന്ന ഫയൽ സക്സസ്ഫുള്ളി അപ്ലോഡായി. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ സാധനം കോപ്പി ചെയ്യുക, ലാബ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്ട് സബ്മിറ്റ് സൊല്യൂഷൻ പോവുക, പേസ്റ്റ് ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ലാബ് നമ്മൾ സക്സസ്ഫുള്ളി സോൾവ് ചെയ്തു.